അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം. അൽഹംദുലില്ലാ. കരുനാഗപ്പള്ളി കോഴിക്കോട് ചാലയം റോയൽ ടവറിൽ 50 വയസ്സ് കഴിഞ്ഞ കുറേ ഞങ്ങളുടെ സഹോദരന്മാർ, ഞാൻ ഉൾപ്പെടെയുള്ള സഹോദരന്മാർ, ഖുർആൻ ഷരീഫ് പഠിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്താൽ ബാല്യകാലത്തേക്ക് ഓതിയത് മറവി കൊണ്ട് അസ്ഥിരപ്പെട്ട സാഹചര്യത്തിൽ ബഹുമാന്യനായ കൊട്ടുകാട് അബ്ദുസ്സലാം മുസ്ലിയാരെ ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ പോച്ചേ നാസർ ക്ഷണിക്കുകയും രാവിലെ സുബൈ നമസ്കാരാനന്തരം ഈ ചാലയം ഓഡിറ്ററിൻ്റെ ഓഫീസിൽ കൂടുകയും പരിശുദ്ധ ഖുർആൻ്റെ 10ഓളം ആയത്തുകൾ പാരായണം ചെയ്യുക. മരണം വരെ ഒരു വിദ്യാർത്ഥിയാകണമെന്നുള്ള ആഗ്രഹമാണ് ഈ കാര്യത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അതുമാത്രമല്ല, ലോകത്ത് കഴിഞ്ഞ സംഭവങ്ങളും ഇനി വരാനിരിക്കുന്ന സംഭവം നടന്നുകൊണ്ട് ഉള്ള സംഭവങ്ങളെല്ലാം വളരെ വ്യക്തവും ശക്തവുമായി ഖുർആൻ ഷരീഫിൽ പ്രതിപാദിച്ചത് മനസ്സിലാക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തി സമൂഹത്തോടും മറ്റ് ജീവികളോടുമുള്ള കടമ നിർവഹിക്കത്തക്ക രീതിയിൽ ഞങ്ങളെ സംശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് ഈ ഉദ്യമം ഞങ്ങൾ ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കൊട്ടുകാട് അബ്ദുസ്സലാം മുസ്ലിയാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹാരിസ് മൗലവി റഷാദി, ഷാഹിദ് ടൗൺപള്ളി ഇമാം ഷാഹിദ് മൗലവി, അവരൊക്കെ സമയോചിതമായി ഇവിടെ വന്ന് ഞങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ഖുർആൻ്റെ തജ്വീദ് അനുസരിച്ചുള്ള പാരായണത്തെ പറ്റിയെല്ലാം വളരെ വിശദമായി പറയാറുണ്ട്. അൽഹംദുലില്ലാ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ, അതായത് രാവിലെ വരുന്ന ഈ മുക്കാൽ മണിക്കൂറുള്ള ഈ ഒരു സമയം ഞങ്ങളുടെ അന്നത്തെ ദിനത്തിലെ ഒരു ഊർജദായക സമയമായും സന്തോഷകരമായ ഒരു നിമിഷമായും ഞങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് സുബഹിക്ക് ശേഷം കരുനാഗപ്പള്ളിയിൽ നിന്നും 85ഓളം ഹജ്ജ് യാത്ര പരിശുദ്ധ ഹറമിലേക്ക് യാത്രയാകുന്നതിനെ ഞങ്ങൾ യാത്രയാക്കിയിട്ടാണ് ഇന്നത്തെ ഈ ക്ലാസ് ആരംഭിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു ചെറിയ വിവരണം അദ്ദേഹത്തെ ക്ഷണിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ ഖുർആന് വേണ്ടിയുള്ള കൂട്ടായ്മ. ഈ കൂട്ടായ്മ നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഷിഹാബൊക്കെ സൂചിപ്പിച്ചതുപോലെ പൂർത്തീകരണത്തിന് യാത്രയപ്പിൽ ആ ഹജ്ജിന് കിട്ടുന്ന പ്രതിഫലം ഈ യാത്ര അയക്കുന്നവർക്കും കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പുണ്യകർമ്മത്തിന് സാക്ഷ്യം വഹിച്ചിട്ടാണ് ഇന്നത്തെ ഈ പ്രഭാതം തുടങ്ങുന്നത് തന്നെ. കാരണം ഈ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ എടുക്കുന്നത് സൂറത്തുൽ കഹ്ഫാണ്. സൂറത്തുൽ കഹ്ഫ് ഭയപ്പെടുന്ന, ഏറ്റവും പേടിക്കുന്ന, എപ്പോഴും 5 വഖത്ത് നിസ്കാരത്തിൽ നമ്മൾ കാവൽ ചോദിക്കുന്ന മസീഹ് ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി. മസീഹ് ദജ്ജാൽ എന്ന് പറയുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി പറയുന്നത് കാരണം എന്താ? ദജ്ജാലിന്റെ ഫിത്നയെ പോലും തടയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതായത് ഈ വെള്ളിയാഴ്ച ഓതി അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ ദജ്ജാൽ പുറപ്പെട്ടാൽ പോലും ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ, കാരണം ഈ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ സൂറത്തുൽ കഹ്ഫിലെ 10 ആയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ ദജ്ജാലിന്റെ ഫിത്നയെ ഭയപ്പെടേണ്ടി വരത്തില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനൊക്കാത്ത ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അപ്പൊ ആ സൂറത്തുൽ കഹ്ഫിനെ കൂട്ടായം കാണാതെ പഠിച്ചു കഴിഞ്ഞു. അടുത്ത 5 ആയത്തിലേക്ക് ഞങ്ങൾ കടന്നും കഴിഞ്ഞു. അവസാനത്തെ 10 ആയത്ത് ഞങ്ങൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു. അതിനുള്ള വഴികൾ കഹ്ഫ് 10 ആയത്ത് ഞങ്ങൾ ഓതുകയാണ്, ഒരുമിച്ച് ഓതുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസനാ മാകിദീന ഫീഹി അബദാ وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا
كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا ولعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم يقولون إلا كذبا فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ما شاء الله. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه يبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم يقولون إلا كذبا فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. صدق الله العظيم. ما شاء الله. അൽഹംദുലില്ലാ. രണ്ടുപേരും ഓതി. ഇൻഷാ അല്ലാഹ് ഇനിയും ധാരാളം ആൾക്കാർ ഓതാണ്ട്. എങ്കിലും ഈ പരിശുദ്ധ ഖുർആൻ പാരായണത്തിലെ തജ്വീദിന്റെ നിയമങ്ങളൊക്കെ നമുക്ക് പാലിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അവർ ഓതലിൽ ഇത്രയും പുരോഗമിക്കുന്നു. അല്ലാഹു തആല ഇനിയും നല്ല രീതിയിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. ഞങ്ങളുടെ ഈ ക്ലാസ് കൊണ്ടുള്ള ഞങ്ങളുടെ സന്ദേശം ഖുർആൻ എല്ലാവരും പ്രായഭേദമന്യേ പഠിക്കുകയും തജ്വീദിന് ഓതുകയും അതിൽ അടങ്ങിയിരിക്കുന്ന ഉൾക്കാമ്പ് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തി നാടിനും സമൂഹത്തിനും ഇതര സഹജീവികൾക്കും ഉപകാരപ്പെടുന്നതായ ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് തന്ന ഈ ജീവിതാവസരം വേണ്ടതിൽ പ്രയോജനപ്പെടുത്തി ഈ ലോകത്തും നാളെ പരലോകത്തും വിജയം പ്രാപിക്കുവാൻ നമുക്കെല്ലാം തൗഫീക്ക് തരട്ടെ എന്നുള്ള ഒരു സന്ദേശമാണ് ഈ
ഈ ഖുർആൻ കോഴിക്കോട് ഖുർആൻ പഠനവേദി സമൂഹത്തിനായി നൽകാനുള്ളത്. അൽഹംദുലില്ലാഹ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷ്വൽ ഞങ്ങൾ ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത്. എല്ലാവരും സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.